നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ജീവിതത്തിലെ സമസ്ത ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. ശാസ്ത്രീയമായ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ്. സ്ത്രീകൾ പൊതുവെ ഗുരുഭക്തിയും ഗുണവതികളുമാണ്. വിദേശത്ത് ജോലി, ബിസിനസ് രംഗങ്ങളിൽ ഏർപ്പെട്ടവർക്ക് പൊതുവെ അഭിവൃദ്ധിയുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പ് കാണുന്നു. വ്യാപാരത്തിലും ഉദ്യോഗത്തിലും പുരോഗതി. കലാകായിക രംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും. ആരോഗ്യം മധ്യമമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതായും കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളാകട്ടെ വളരെ അനുകൂലമായ സമയമാണ് അവർക്കുള്ളത്. എന്നിരുന്നാലും വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അഭികാമ്യമാണ്. ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, അധ്യാപനം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ജോലി മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. തൊഴിൽ, പുതിയ ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടവർക്കും പുതുതായി ഈ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നവർക്കും ഏറെ നേട്ടങ്ങൾ കൈവരുന്നു. ലോൺ, ആനുകൂല്യങ്ങൾ, സർക്കാർ സഹായങ്ങൾ എന്നിവ നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് മുന്നേറുവാൻ സഹായിക്കുന്നു. പൊതുവെ ബന്ധുക്കളും സുഹൃത്തുക്കളും വളരെയധികം സഹകരണങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരുന്നതായാണ് കാണുന്നത്. പൊതുവെ സൗമ്യശീലരും സത്യസന്ധരുമായ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും തന്മൂലം നിങ്ങളുടെ കർമ്മരംഗ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. സമൂഹത്തിൽ തന്നെ ഉന്നതർ, വിദേശീയർ, വിദേശത്ത് താമസിക്കുന്നവർ തുടങ്ങിയവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ഭവിക്കുന്നത് ഈ വരുന്ന തുടർമാസങ്ങളിലാണെന്ന് കാണുന്നു. ഉത്തമ ഗുണങ്ങളുള്ള ജീവിത പങ്കാളി, സന്താനങ്ങൾ, സന്താന സ്ഥാനത്തുള്ളവർ, മാതാപിതാ സ്ഥാനത്തുള്ളവർ, മറ്റുള്ളവർ എന്നിങ്ങനെ എല്ലാവരുടെയും ക്ഷേമാവൃദ്ധിക്ക് നേതൃത്വം വഹിക്കുവാനും സന്തോഷാനുഭവങ്ങൾ അവർക്കൊപ്പം അനുഭവിക്കുവാനും സാധിക്കുന്നതായാണ് തെളിയുന്നത്. എല്ലാ തരത്തിലുമുള്ള തൊഴിൽ, ബിസിനസ്, കർമ്മ മേഖലകളിലെ നേട്ടങ്ങളും ഉന്നത വിജയങ്ങളും, മനസ്സമാധാനം, കുടുംബസൗഖ്യം, ദാമ്പത്യ സൗഖ്യം, സന്താന സൗഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തി എന്നിവ കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾ മുഖേനയുള്ള കാര്യസാധ്യം, സുഹൃത്തുക്കൾ മൂലമുള്ള സഹായങ്ങൾ എന്നിവയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്നുള്ള സഹായം, ആദരവ്, സ്നേഹം തുടങ്ങിയവയും നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിലും ഓഹരി ഭൂമി ഇടപാടുകളിലൂടെയുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ എടുത്തു പറയേണ്ടതു തന്നെയാണ്. ഈ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. റവന്യൂ, ബാങ്ക്, വിദ്യാഭ്യാസ മേഖലകളിലുള്ളവർക്കും ഇത് സുവർണകാലം തന്നെയാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണിത്. എല്ലാവിധ താൽക്കാലിക പ്രതിസന്ധികളും ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് തരണം ചെയ്യുവാനും വിജയിക്കുവാനും സാധിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ളവർക്ക് സന്താന ഭാഗ്യമില്ലാതിരിക്കുന്നവരാണെങ്കിൽ സന്താന സൗഭാഗ്യം കൈവരിക്കുവാൻ വേണ്ടതായ ചികിത്സയ്ക്ക് ഉത്തമമായ സമയമാണ് ഈ മെയ് മാസം. അതുകൊണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് ഔഷധ സേവ നടത്താൻ ഉദ്ദേശിക്കുന്നവർ ഈ മെയ് മാസം തന്നെ തുടങ്ങുന്നത് അഭികാമ്യമാണ്. ഇനി സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ബിസിനസ്, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, കൃഷി, പരസ്യം, മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, ഹോട്ടൽ വ്യവസായം, നിയമം,
മുതലായവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള വിജയം സുനിശ്ചിതമാണെന്നാണ് കാണുന്നത്. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെ അനുകൂലവും എന്നാൽ ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമെന്നാണ് കാണുന്നത്. ഇതുകൂടാതെ പെട്ടെന്നുള്ള ധനപരമായ ചില നേട്ടങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനി ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെയധികം അനുയോജ്യമായ സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ വളരെ ഫലവത്തായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയാം. നിങ്ങൾ നടത്തുന്ന വിദേശ യാത്രകൾ സഫലമാകുന്നതായും നിങ്ങൾക്ക് തൊഴിൽ, ബിസിനസ്, കർമ്മരംഗ സംബന്ധമായോ സർക്കാർ സംബന്ധമായോ ഉള്ള തടസ്സങ്ങൾ ഇതോടുകൂടി മാറുന്നതായാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ദൈവാനുകൂലം കരഗതമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങളുടെ മഹത് ലക്ഷണമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കെല്ലാം തന്നെ ഉചിതമായതും ശ്രേഷ്ഠമായതുമായ ഫലങ്ങളും സന്തോഷാനുഭവങ്ങളും വന്നു ഭവിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും കാണുന്നില്ല. ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് അവൽ നിവേദ്യം നടത്തുക. കൂടാതെ മഹാവിഷ്ണു ശിവക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. മാതാ പിതൃസ്ഥാനത്തുള്ളവരെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്നതും അവരെ തൃപ്തിപ്പെടുത്തുന്നതും അഭിലഷണീയമായ കാര്യങ്ങളാണ്. ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും ഈശ്വരാനുകൂലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാവുകയും ചെയ്യുന്നു. 4, 13, 14, 22, 24 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. രോഹിണി, മകയിരം, പുണർദം, തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് ചതയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടെ ഉൾപ്പെടുത്തുന്നത് ഗുണഫലാർഹമാണ്. 4 ആണ് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വെള്ളിയാഴ്ച ദിവസങ്ങൾ ചതയം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.